ഈ വീഡിയോ സിദ്ധരാമയ്യയുടെ ജീവചരിത്രം മലയാളത്തിൽ അവതരിപ്പിക്കുന്നു. മൈസൂർ ജില്ലയിലെ ടി. നരസിപൂരിനടുത്തുള്ള സിദ്ധരാമനഹുണ്ടി എന്ന വിദൂര ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിലാണ് 1948 ഓഗസ്റ്റ് 3-ന് സിദ്ധരാമയ്യ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സിദ്ധരാമ ഗൌഡയും ബോറമ്മയുമായിരുന്നു. 6 സഹോദരങ്ങളിൽ 4-മനായ അദ്ദേഹം കുറുബ ഗൌഡ സമുദായത്തിൽപ്പെട്ടയാളാണ്. പ്രാഥമിക, ദ്വിതീയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിദ്ധരാമയ്യ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മൗണ്ട് കാർമൽ സ്കൂളിലും മൈസൂരുവിലെ വിദ്യാവർദ്ധക സംഘം നടത്തുന്ന വിദ്യാവർദ്ധക ഹൈസ്കൂളിലും പൂർത്തിയാക്കി. കോളേജ് വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം മൈസൂരിലെ യുവരാജ കോളേജിൽ BSc പഠിച്ചു. മൈസൂരിലെ ശാരദ വിലാസ് കോളേജിൽ നിന്ന് നിയമബിരുദവും LLBയും നേടി. സിദ്ധരാമയ്യ പാർവതിയെ വിവാഹം കഴിച്ചു. അവർക്ക് 2 ആൺമക്കളുണ്ട്. 1983-ൽ ഭാരതീയ ലോക്ദൾ ടിക്കറ്റിൽ ചാമുണ്ടേശ്വരി നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചുകൊണ്ട് അദ്ദേഹം 7-ാം കർണാടക നിയമസഭയിലേക്ക് പ്രവേശിച്ചു. രാമകൃഷ്ണ ഹെഗ്ഡെ മുഖ്യമന്ത്രിയായിരിക്കെ സെറികൾച്ചർ, മൃഗസംരക്ഷണം, ഗതാഗതം തുടങ്ങി വിവിധ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. 1994-ലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ജനതാദൾ സർക്കാരിൽ ധനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 2013-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 224 സീറ്റുകളിൽ 122 സീറ്റുകളുടെ കേവല ഭൂരിപക്ഷം നേടി. അത് അവരുടെ വിജയത്തിലേക്ക് നയിച്ചു. 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതിനെ തുടർന്ന് സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. D.K. ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചു. 1980 മുതൽ 2023 വരെയുള്ള വിവിധ നിയമസഭാ, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെ വിജയപരാജയങ്ങളും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ ഉൾപ്പെടുന്നു. കർണാടകയിൽ 2 തവണ ഉപമുഖ്യമന്ത്രിയായും 2 തവണ കർണാടക മുഖ്യമന്ത്രിയായും ഉൾപ്പെടെ പ്രധാന സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കർണാടക ധനകാര്യമന്ത്രി, മൃഗസംരക്ഷണ, വെറ്ററിനറി സർവീസസ് മന്ത്രി, സെറികൾച്ചർ, മൃഗസംരക്ഷണ മന്ത്രി, ഗതാഗത മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നിവയാണ് അദ്ദേഹം വഹിച്ച മറ്റ് സ്ഥാനങ്ങൾ. 2026 മെയ് 28-ന് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചു. തന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു. എന്നിരുന്നാലും രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമായി തുടരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭരണഘടനയാണ് തന്റെ മതമെന്നും ജനങ്ങളാണ് തന്റെ ദൈവമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ട്വിറ്റർ പോസ്റ്റിൽ നന്ദി രേഖപ്പെടുത്തി. സാമൂഹിക നീതിക്കുവേണ്ടി പോരാടുന്നതിനും വിഭാഗീയ ശക്തികളെ ചെറുക്കുന്നതിനുമുള്ള തന്റെ പ്രതിബദ്ധത അവസാന ശ്വാസം വരെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കർണാടകയിലെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കിടയിൽ ഒരു ജനപ്രിയ നേതാവായി മാറി. കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.